പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് നമ്മൾ കാലിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് റെസ്റ്റിലായിരുന്നു. എല്ലാം മാറിയിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല തൽക്കാലം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ മീനിൻ്റെ പരിപാടിയൊന്നും അധികമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തട്ടാശ്ശേരി ഭാഗത്ത്, അതായത് നമ്മുടെ ജംഗ്ഷൻ്റെ ഭാഗത്ത് നമ്മൾ 3 കൂട് കൊണ്ടുവച്ചിരുന്നു. അത് കഴിഞ്ഞിടയ്ക്ക് പോയി നോക്കി. ഒരു 4-5 ദിവസമായി അത് നോക്കിയിട്ട്. അതൊന്ന് പോയി നോക്കണം. മീനുണ്ടെങ്കിൽ എടുക്കണം, മീനില്ലെങ്കിൽ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം. അതാണ് പദ്ധതി. അപ്പോൾ ഞാനും അരുണും കൂടാണ് പോണേ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. പോടാ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. എന്നാൽ രാവിലെ നല്ല മഴയായിരുന്നു. അതൊക്കെ മാറി നല്ല അന്തരീക്ഷമുള്ള സമയമാണ്. ഇങ്ങനെ വള്ളത്തെ കിടന്ന് പോകാനൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മീൻ പിടിക്കാനാണ് പോകുന്നത്. എന്നാൽ ഇന്നലെ വലയിട്ടിട്ട് രാവിലെ പോയി വലയെടുത്ത് അവർ വല തെളിക്കുന്ന ആൾക്കാരാണിത്. ഈ വല തെളിക്കുന്നത് ഇന്ന് വലയിടാൻ വേണ്ടിയാണ്. കാരണം വലയിടുമ്പോൾ അതിൽ ചവറും പായലും മറ്റ് സാധനങ്ങളൊക്കെ പിടിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടിക്ക് പോവുകയാണ്. ഇത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മൾ എവിടെ കൂട് വെച്ചിരിക്കുന്നതെന്ന്. പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഈ കൂട് വെച്ചിരിക്കുന്നത് നമ്മൾ തട്ടാശ്ശേരി ജംഗ്ഷൻ്റെ അടുത്ത്, അതായത് ജങ്കാർ ഉള്ള സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. കേൾക്കണ്ട, കയറുണ്ടോ? അത് തരട്ടെ ഈ കയറ്. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൂട്. നമ്മളൊരു 4-5 ദിവസമായി പൊക്കിയിട്ട്. ഇടിച്ചതുണ്ടായിരുന്നല്ലോ. ഉള്ളത് എടുക്കാം അല്ലേ? തീറ്റിയില്ല. ഇതേ അങ്ങനാണെങ്കിൽ വൈകിട്ട് തീറ്റി സെറ്റ് ചെയ്ത് ഇവിടെ തന്നെ വെക്കാമോ? ഉള്ളതെടുക്കാം. നല്ല പാട്. ചെറിയ സുഹൃത്തുക്കളെ, നമ്മൾ ഒരു കൂട് വെക്കിയിട്ട് നമുക്ക് ആ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇന്നല്ലേ ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അത് നമുക്കിത് വള്ളത്തിൽ വെച്ചാൽ നമുക്ക് പോയാലോ? കൊണ്ടുപോയേക്കാം. ഇത്രയും ദൂരം ഓടി വരണ്ടേ? ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെയും കിട്ടും. എന്നാ പറയുന്നത്? പ്രിയ സുഹൃത്തുക്കൾ, അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബക്കറ്റിങ് എടുത്തേ. ഇനി അതിനകത്ത് എടുത്തിട്ട് ആർഷ ഇന്ന് വീട്ടിൽ പോകുന്നുണ്ടല്ലോ. ഉള്ളത് അവർക്ക് കൊടുത്തുവിടാം. അയ്യോ, അത് പോയോ? എപ്പോഴും അങ്ങനെയുള്ള അവരുടെ അടുത്തുള്ള അശ്രദ്ധയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെയുള്ളതെന്ന് വെച്ചത് ചെമ്മീൻ്റെ സീസൺ ആയി വരുവാണ്. പ്രതീക്ഷയോടെ നമുക്ക് 2 കൂടുകൂടെ പൊക്കാനുണ്ട്. ഇവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുപോയാൽ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യത്തെ കൂട് പൊക്കിയിട്ട് 2-3 തൂളി ഒരു നല്ല കൂവ ഉണ്ടായിരുന്നു, ചാടിപ്പോയി. അപ്പം നമുക്കിനി 2 കൂടുകൂടെ പൊക്കാനുണ്ട്. ഇത്ര മീനുകളൊക്കെ കിട്ടാനാണെങ്കിൽ നമ്മളോട് കൊണ്ട് വെച്ചാൽ മതിയോ? അതായത് ആ വെള്ളം വന്ന സമയത്ത് നമ്മളിത് പൊക്കാൻ വന്നില്ല. ചിലപ്പോൾ ആണെങ്കിൽ തീറ്റി കുറവായതുകൊണ്ട് മീൻ ഇറങ്ങിപ്പോയി. അടിച്ചോ.
പണി നടക്കുമല്ലേ? എത്ര ദിവസമായി ഇത് തീറ്റയെല്ലാം പോയി. ഇതിനിടയ്ക്ക് പല തിരക്കുകളായത് കാരണമാണ് നമുക്കൊന്നും വന്ന് നോക്കാൻ പറ്റാതെ. അമത്താട് നോക്കിയ മുമ്പത്തെ കണക്ക് ചാടി പോകും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ 2 കൂട് വെക്കി. കൂളിയൊക്കെ ഇതിനകത്ത് മെലിഞ്ഞു പോയി കേട്ടോ. പട്ടിണി കിടന്ന് മെലിഞ്ഞാന്ന് തോന്നുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ കുറുവായതുണ്ടോ, നമ്മുടെ നാട്ടിൽ ഇതിന് കുറുവായെന്ന് പറയുന്നത്. ഈ മീശയൊക്കെ ഉണ്ട്. പോയോ ഇതുണ്ടത്, ഇതിന് മീശയൊക്കെ ഉണ്ട്. അപ്പം പ്രിയ സുഹൃത്തുക്കൾ, നമ്മളിത് 2ാമത്തെ കൂട് നോക്കിയിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂടുകൂടാണുള്ളത്. ഇപ്പോഴത്തെ നമുക്ക് ഒരു കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. പിന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കൂടും കൂടെ നോക്കുമ്പോൾ ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷയാണ് നമ്മളെ ജീവിതത്തിന് മുന്നോട്ട് നയിക്കുന്നത്. അതായത് ലാസ്റ്റ് മൊമെൻറ്റ് വരെയും നമ്മൾ പ്രതീക്ഷ കൈവിടാതിരിക്കുക. അടുത്ത സ്പോട്ട് ഇതല്ലേടാ, ഈ മരക്കൊമ്പ് ഉണ്ടോ? ഈ മരക്കൊമ്പിന് ഇടയ്ക്കൂടെ അകത്തോട്ട് വരണം. ഇതെന്താ അടിയിൽ ഉടക്കം കാര്യങ്ങളും ഒക്കെ ഉള്ളു. മീനുണ്ടെങ്കിൽ മേല് വന്നു കട. അയച്ചെടുത്താൽ മതിയായിരുന്നു. ഓക്കെ, അനക്കോ ഒന്നുമില്ല. ഒരു ചെമ്മീൻ ഒരു പറല കൊണ്ടുള്ളൂ. തീറ്റി വിടുമ്പോഴേ മീൻ ഇറങ്ങിപ്പോയിട്ടുണ്ടോ? അയച്ചു നോക്കാതെ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്ത് വന്നിട്ട് നമുക്ക് ഇതാണിത്. കാരണം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇത് നോക്കാതിരുന്നതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തീറ്റി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീറ്റി മാറി വെക്കുകയൊക്കെ വേണ്ടാണ്. ചില അവസരത്തിലാണെങ്കിൽ പട്ടിണി കിടന്ന മീൻ ഏതെങ്കിലും സൈഡിൽ കൂടെ ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നിരാശയൊന്നുമില്ല, കാരണം ഒരു കറിക്കുള്ള മീനുണ്ട്. ഇന്നത്തെ കണക്കിന് ഒരു കറിക്ക് നമ്മൾ ഈ മീൻ മേടിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ മീനും ഏറ്റവും കുറഞ്ഞത് ഒരു 200 രൂപയെങ്കിലും കൊടുക്കണം. കാരണം കടലിൽ ട്രോളിംഗ് നിരോധനം ആയതുകൊണ്ട് തന്നെ നാട്ടിൻപുറത്ത് മീനിന് നല്ല വിലയുണ്ട്. അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ തട്ടാശ്ശേരി ജംഗ്ഷനിൽ കാരി വിൽക്കുന്നുണ്ട്. കാരിക്ക് 1 കിലോയ്ക്ക് 500 രൂപയാണ് വിൽക്കുന്നത്. അതിനു വേണ്ടി വിലയുണ്ട് സത്യത്തിൽ. കാരണം ലഭ്യത കുറയുമ്പോഴാണല്ലോ അതിന് ഡിമാൻഡ് കൂടുന്നത്. അത് കണക്ക് തന്നെയാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് 3.5 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വന്നിട്ടാണ് നമ്മൾ ഈ കൂട് വെച്ചിരുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതൊന്ന് റീസെറ്റ് ചെയ്ത് വെക്കണം. ഇതൊന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ. ഇവിടെ ബീച്ചിൽ നമ്മുടെ ഒരു ചേട്ടനുണ്ട്. ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയാം കേട്ടോ. നമ്മുടെ ചെറുപ്പകാലത്ത് സ്പോർട്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇദ്ദേഹത്തെ നോക്കിയാണ് ഞാൻ വരുന്നത്. പൊങ്ങച്ചൻ പറയാന്ന് പറയുന്നത് കേട്ടോ. അസാധ്യ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. പക്ഷേ നമ്മുടെ സമയവും സാഹചര്യവും ഒത്തില്ലല്ലേ എണ്ണ. ഇക്കണക്ക് നാട്ടിൻപുറത്ത് ഒത്തിരി കായിക താരങ്ങളുള്ളതാണ് അല്ലേ എണ്ണ. അവരെല്ലാം വഴിക്ക് പോയില്ലണ്ട. ഞാൻ പിടിച്ച മീനല്ലേ. പ്രിയ സുഹൃത്തുക്കൾ, നമ്മളിത് മീൻ പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നമ്മൾ വീശിക്കൊണ്ടിരുന്ന സാബു ഉണ്ട്. സാധാരണ അദ്ദേഹം അറിയപ്പെടുന്നത് കലാഗ്രാമ സാബു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചേട്ടൻ വീശിയിട്ട് ചേട്ടനൊന്നും കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ചേട്ടന് അത് കൊടുക്കുകയാണ്. നമ്മൾ 100 രൂപ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. പെട്രോൾ മേടിക്കണം. നമ്മുടെ നാട്ടിൻപുറത്ത് എല്ലാ കടകളിലും പെട്രോൾ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനലായിട്ട് കേട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മറന്നു പോകാം. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ഫോളോ ചെയ്താണെന്ന് ശ്രദ്ധിക്കണം. ഇടതൂർന്ന് മഴയായതുകൊണ്ടും മഴ കഠിനമല്ലാത്തതുകൊണ്ടാണ് മീൻ അധികമായിട്ട് കിട്ടാത്തത്. കാരണം
ഒന്ന് കുട്ടനാട്ടിൽ ജസ്റ്റ് ഒന്ന് വെള്ളം പൊങ്ങി മാറിയാൽ മീൻ അധികമായിട്ട് കിട്ടത്തുള്ളൂ. കാരണം ഈ തൊടുകളിലൊക്കെ വേനൽക്കാലത്തുണ്ടായ ഇലവീഴ്ചയും മറ്റു കാര്യങ്ങളും വെള്ളത്തിൻ്റെ അതിൻ്റെ പ്യൂരിറ്റിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കിഴക്കൻ വെള്ളം വന്ന് ഇതെല്ലാം ഒന്ന് കഴുകി പോയി കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇതുവരെ തന്ന സപ്പോർട്ടിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മീൻ എത്ര ഉള്ളായിരുന്നു?